രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കാനുള്ള നീക്കത്തെ എതിർക്കുന്നു കോൺഗ്രസ്. എത്തിക്സ് കമ്മിറ്റിക്ക് അയോഗ്യനാക്കാനുള്ള അധികാരമില്ലെന്നും ഇത് തെറ്റായ കീഴ്വഴക്കമുണ്ടാക്കുമെന്നതുമാണ് കോൺഗ്രസിന്റെ നിലപാട്. കോൺഗ്രസിന്റെ എതിർപ്പിൽ അത്ഭുതമില്ല എന്ന് പറയുകയാണ് CPM. രാഹുൽ വിഷയത്തിൽ കോൺഗ്രസിന് ഇരട്ടത്താപ്പെന്ന വിമർശനമുയരവേ ഈ വിഷയമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. എന്തുകൊണ്ട് കോൺഗ്രസ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നു? ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ CPM MLA DK മുരളിയാണ് സ്പീക്കർക്ക് പരാതി നൽകിയത്. ഈ പരാതി സ്പീക്കർ നിയമസഭാ എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറുകയായിരുന്നു. പരാതിയിൽ ഈ മാസം 23-ന് DK മുരളിയെ എത്തിക്സ് കമ്മിറ്റി കേൾക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കമ്മിറ്റിക്ക് മുൻപാകെ ഹാജരാകാൻ മുരളിക്ക് എത്തിക്സ് കമ്മിറ്റി നിർദ്ദേശവും നൽകി. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിനെയും സമിതി കേൾക്കും. രാഹുലിനെതിരെയുള്ള ഗുരുതര ആരോപണങ്ങളും കേസുകളും നിയമസഭാ അംഗം എന്ന നിലയിൽ സഭയുടെ അന്തസ്സിന് കളങ്കം വരുത്തുന്നതാണ് എന്നതാണ് ഈ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. രാഹുലിന്റെ കേസുകൾ ഉയർത്തി വിഷയം ക്രമപ്രശ്നമായി ഉന്നയിക്കാൻ അവസരം നൽകണമെന്നതാണ് DK മുരളിയുടെ ആവശ്യം. എന്നാൽ ഇത്തരമൊരു ആവശ്യം എന്തിനെന്നാണ് എത്തിക്സ് കമ്മിറ്റി പരിഗണിക്കുന്നത് എന്നതാണ് പ്രധാനമായും പ്രതിപക്ഷാംഗങ്ങളുടെ ചോദ്യം. ഒന്നിലേറെ ബലാത്സംഗ കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കുന്നതിനോട് യോജിക്കേണ്ട എന്നതാണ് കോൺഗ്രസിലുണ്ടായിട്ടുള്ള തീരുമാനം. UDF പാർലമെന്ററി പാർട്ടിയിൽ ഘടകകക്ഷികൾക്കും ഏതാണ്ട് സമാനമായ നിലപാട് തന്നെയാണുള്ളത്. അയോഗ്യനാക്കാനുള്ള നീക്കത്തെ എതിർത്തുകൊണ്ട് രാഹുലിനെതിരെ കോൺഗ്രസ് എടുത്ത പുറത്താക്കൽ നടപടിയിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് കോൺഗ്രസും UDFും ഇപ്പോൾ എത്തിയിട്ടുള്ള ധാരണ, തീരുമാനം. കോൺഗ്രസ് എങ്ങനെയാണ് അവരുടെ ഈ നിലപാടിനെ വിശദീകരിക്കുന്നത് എന്നത് നോക്കാം. UDF പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടു എന്നതുകൊണ്ട് ഒരാളെ അയോഗ്യനാക്കുന്നത് ശരിയല്ല എന്നതാണ് അവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം. ആന്റണി രാജുവിനെ കോടതി ശിക്ഷിച്ചപ്പോഴാണ് ആന്റണി രാജു MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെട്ടത്. മുകേഷ് അടക്കം പല MLAമാരും പല കേസുകളിലും പ്രതികളാണ്. അവർ ഇപ്പോഴും MLA സ്ഥാനത്ത് തുടരുകയാണ്. എന്തിന് കോൺഗ്രസിൽ തന്നെ സമാനമായ ആരോപണം നേരിട്ടവർ വേറെയുമുണ്ട്. അവരും ഇപ്പോഴും MLA സ്ഥാനത്ത് തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിയായി എന്ന ഒറ്റ കാരണത്താൽ ഒരാളെ അയോഗ്യനാക്കുന്നത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും എന്നതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. മാത്രവുമല്ല, ഇതിലൊരു അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നതുകൂടി കോൺഗ്രസും UDFും കാണുന്നു. ഭാവിയിൽ ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഈ ഒരു കീഴ്വഴക്കം ദുരുപയോഗം ചെയ്യാൻ ഇടയാക്കും എന്നതാണ് UDF ഭയക്കുന്നത്. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവർ ഇതിനോട് മുഖം തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അതേസമയം പിന്തുണയ്ക്കുന്ന സമീപനമല്ല എന്നത് വിശദീകരിക്കാൻ കൂടി അവർ തയ്യാറെടുക്കുന്നു. ഇത് ഇത്തരമൊരു നടപടി ഉണ്ടാക്കുക, അതൊരു കീഴ്വഴക്കമാവുക, അത് ഭാവിയിൽ ദുരുപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോൺഗ്രസ് ഈ എതിർപ്പ് എന്നത് സൂചിപ്പിക്കുന്നത്. ഇതൊരു കീഴ്വഴക്കമായാൽ നിയമസഭയിൽ എത്തിക്സ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിക്ക് അത് ദുരുപയോഗിക്കാം. ഇങ്ങനെ ആരെയെങ്കിലും അയോഗ്യനാക്കണമെങ്കിൽ അതിന് വഴിവെക്കാം. അത് വലിയ അപകടം സൃഷ്ടിക്കും എന്നതാണ് UDF എത്തിയിട്ടുള്ള വിലയിരുത്തൽ. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത്. മറിച്ച് ആരോപണം ഉയർന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയതാണെന്നും പാർട്ടി നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. ആ നിലപാട്, ശക്തമായ നിലപാട്, അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു നീക്കത്തിലെ അപകടം പുറത്തേക്ക് കാണിക്കുക എന്നതാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. VD സതീശൻ തന്നെ ആ കാര്യങ്ങൾ ഇന്ന് വിശദീകരിച്ചു. കേസിൽ പ്രതികളായിട്ടുള്ള MLA എത്തിക്സ് കമ്മിറ്റി കൂടി ഡിസ്ക്വാളിഫൈ ചെയ്യണം എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതിനുള്ള അധികാരം എത്തിക്സ് കമ്മിറ്റിക്കും ഇല്ല, നിയമസഭയ്ക്കും ഇല്ല, കോമ്പിറ്റൻസി ഇല്ല. അപ്പോൾ ഒരു ആവശ്യമില്ലാത്ത പ്രീസിഡൻസ് ഉണ്ടാക്കാൻ പാടില്ല. അതിൽ പാലക്കാട് MLAയുടെ കാര്യത്തിൽ ഞങ്ങൾ സംഘടനാപരമായ ശക്തമായ തീരുമാനമെടുത്ത് അദ്ദേഹത്തെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പക്ഷേ നിയമസഭാ അംഗത്വം പ്രതിയായ ഒരാളുടെ നിയമസഭാ അംഗത്വം കളയാൻ പാടില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കാനുള്ള നീക്കത്തിലുള്ള കോൺഗ്രസിന്റെ എതിർപ്പിൽ കടുത്ത വിമർശനമാണ് അതേസമയം
CPM ഉയർത്തുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ ഇതിനെതിരെ രംഗത്ത് വരുന്നു. കോൺഗ്രസ് ഇങ്ങനെ ഒരു നിലപാടെടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നതാണ് MV ഗോവിന്ദൻ ഇന്ന് ചൂണ്ടിക്കാട്ടിയത്. അതായത് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണ് ഇത് എന്ന് ചൂണ്ടിക്കാട്ടാനാണ് MV ഗോവിന്ദൻ ശ്രമിച്ചത്. എന്തായാലും രാഹുൽ വിഷയം ചർച്ചയാക്കാനും അതിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കാനുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ അരങ്ങൊരുങ്ങുന്നത് എന്നത് വ്യക്തമാണ്. അതിന്റെ സൂചനകളാണ് MV ഗോവിന്ദൻ നൽകിയത്. അപ്പോൾ ഇന്ന് ഈ വിഷയം സഭയിൽ ഉൾപ്പെടെ ചർച്ചയാവുകയും അത് ഈ രീതിയിലൊക്കെ പ്രതികരണങ്ങൾ വരികയും ചെയ്യുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചാനൽ അഭിമുഖത്തിൽ നടത്തിയ പരാമർശങ്ങളിൽ മറുപടി പറഞ്ഞ് MA ഷഹനാസ് രംഗത്ത് വരുന്നത് കൂടി നമ്മൾ കണ്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ പീഡകൻ എന്നാണ് MA ഷഹനാസ് പറഞ്ഞത്. കോഴി ആണ് രാഹുൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. തെറ്റുകാരനല്ലെന്ന് ആണയിട്ട് പറഞ്ഞതിനാലാണ് അതിജീവിതകൾ നൽകിയ പരാതികൾക്കെതിരെ മാനനഷ്ട കേസ് നൽകണമെന്ന് പറഞ്ഞത്. രാഹുലിന്റെ വെളിപ്പെടുത്തലിൽ തനിക്ക് അഴിഞ്ഞു വീഴാൻ ഒന്നുമില്ല, രാഹുലിന്റെ വീട്ടിലെത്താം, തന്റെ മുന്നിൽ നേരിലിരിക്കാമോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെല്ലുവിളിക്കുകയാണ് യഥാർത്ഥത്തിൽ ഷഹനാസ് ചെയ്തത്. എന്നെ സംബന്ധിച്ച് എനിക്കിതൊരു വിഷയമല്ല. രാഹുൽ മാങ്കൂട്ടം ഇന്നലെ ആരോപിച്ച വിഷയങ്ങളിൽ അഴിഞ്ഞു വീഴാനുള്ള ഒന്നും MA ഷഹനാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിലില്ല. ഒന്നില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ ഒരു കുറച്ചോണം കൂടുതൽ ഉണ്ടിട്ടുള്ള അനുഭവ പരിചയം ഒരു സ്ത്രീയായിട്ട് ഇവിടെ നിൽക്കുന്നതിന്റെ അനുഭവ സമ്പത്ത് ഉള്ള ഒരാൾ തന്നെയാണ് MA ഷഹനാസ് എന്ന് പറയുന്ന ഞാൻ. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും രാഹുലിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ആർജവം എനിക്കുണ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ പോയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് അവൻ പറഞ്ഞിട്ടുള്ള ഇത്തരം മുഴുവൻ കാര്യങ്ങളെയും ചോദ്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു സ്ത്രീയാണ് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് മുന്നിൽ അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ വന്നു പറയുന്നുണ്ടെങ്കിൽ അതിലെനിക്ക് ഉത്തമ ധാരണയില്ലാതെ ഞാൻ പറയില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും കോൺഗ്രസിനകത്ത് കോൺഗ്രസിനെ നയിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അസറ്റാണ് എന്ന് വാദിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾക്കിടയിൽ ഈ കോഴിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം അയച്ച ഒരു മെസ്സേജിന് അങ്ങനെ മെസ്സേജ് അയച്ചതിനെതിരെ അതും കൊണ്ട് പ്രതികരിക്കുന്ന സ്ക്രീൻഷോട്ട് ഇട്ട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയല്ല ഷഹനാസ്. അവർ പറയുന്നത് ഏതൊക്കെ കോഴികളെ ഏതൊക്കെ ലെവലിൽ നിർത്തണം എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോഴീനെ നിർത്തേണ്ടടുത്ത് നിർത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷഹനാസ്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോഴീനെ നിർത്തേണ്ട സ്ഥലത്ത് ഞാൻ നിർത്തിയിട്ടുണ്ട്. ഇന്നും ഞാൻ പറയാം, നാളെ നിങ്ങൾ റെഡിയാണെങ്കിൽ അടൂരുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടില് അവന്റെ അമ്മയുടെയും അവന്റെ മുന്നിൽ ഞാൻ പറഞ്ഞതും അവൻ പറഞ്ഞതുമായിട്ട് എന്റെ ഫോൺ ഞാൻ വെക്കും. എനിക്ക് മറച്ചു വെക്കാൻ ഈ ഫോണിൽ ഒന്നുമില്ല. ഏത് പരിശോധനകൾക്കും ഞാൻ വിധേയമാക്കും. ധൈര്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്. അപ്പോ ഇന്നലെ അഭിമുഖത്തിലൂടെ നടത്തിയ വെളിപ്പെടുത്തൽ പറഞ്ഞ വെല്ലുവിളിക്കും പരാമർശങ്ങൾക്കും അതിന്റെ ഇരട്ടി വെല്ലുവിളി തിരിച്ച് നൽകുകയാണ് ഷഹനാസ് യഥാർത്ഥത്തിൽ ഇന്ന് വാർത്താസമ്മേളനത്തിൽ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യ അതിജീവിതയെ അവരുടെ വിവരങ്ങൾ വാർത്തയായി പുറത്തു വന്നതിന് ശേഷം അവരെ വലിയ രീതിയിൽ പ്രകോപിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫാൻസും ചെയ്തത്. അവരെ പ്രകോപിപ്പിച്ച് അവരെ അധിക്ഷേപിച്ച് പരാതി നൽകുന്നതിലേക്ക് തള്ളിവിടുകയായിരുന്നു. അതിനുശേഷവും അവരോടുള്ള അവഹേളനം തുടർന്നു. കൂടുതൽ പരാതിക്കാർ രംഗത്ത് വരാനാണ് ഇതിടയാക്കിയത്. അങ്ങനെ 3 പരാതിയായി അറസ്റ്റായി 18 ദിവസം ജയിലിൽ കിടക്കുന്ന സാഹചര്യമുണ്ടായി. അവിടെ നിന്ന് ഇറങ്ങിയാണ് പിന്നെയും പ്രകോപനപരമായ വെളുപ്പിക്കൽ നടപടികളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നിരിക്കുന്നത്. അതാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആ തെറ്റായ സമീപനം തുടരുന്നതിന്റെ ഭാഗമാണ് ഷഹനാസ് ഉൾപ്പെടെയുള്ളവർക്ക് ഇതുപോലെ വന്നിരുന്ന് കൂടുതൽ വെല്ലുവിളികൾ നടത്തേണ്ടി വരുന്ന സാഹചര്യം. എന്തായാലും വിനാശകാല വിപരീത ബുദ്ധി അതിൻ്റെതാണ് അനുഭവിക്കുന്നത്. ഇനിയും അത് തന്നെയായിരിക്കും നടക്കാനും പോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.